ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരം പൂ പറിക്കാനായി ഇറങ്ങിയതാണ്. വേറെ എവിടെയൊന്നുമല്ല, വീട്ടുമുറ്റത്ത് തന്നെയാണ്. ഇപ്പോൾ 2 ദിവസമായി നല്ല മഴ. അതുകൊണ്ട് രാവിലെ പൂ ഇടാൻ നേരത്ത് മഴ കാരണം പൂ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്ന് തലേന്നേ പറിച്ച് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ വീട്ടുമുറ്റത്തിൽ ഇല്ല പൂ തന്നെ പറിക്കാൻ വന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ പറിച്ച് റെഡിയാക്കണം. പൂവെല്ലാം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ ഒരു വെള്ളപ്പൂവുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി വെക്കണം. പിന്നെ എൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു പൂവുണ്ട്. അതങ്ങനെ അധികം വിരിയുകയും ചെയ്യില്ല, ഒരു മൊട്ട് പോലെയാണ്. അപ്പോൾ അത് പൂ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയില്ല. പൂ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുക, പക്ഷെ നമ്മളത് ഉപയോഗിക്കുകയില്ല. അധികം വിരിയാത്തത് കൊണ്ട് അങ്ങനെ അത് ഉപയോഗിക്കുകയില്ല. അത് അതിൻ്റെ മൊട്ട് പറിച്ചിട്ട് നെറ്റിയിൽ കുത്തിയിട്ട് ഒരു ഒച്ച വരുന്നുണ്ട്. അങ്ങനെ അത് പറിച്ചിട്ട് നെറ്റിയിൽ പൊട്ടിക്കുക ചെയ്യൽ. അപ്പോൾ ഇന്ന് നല്ല മഴ, ഇപ്പോഴും നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇരുട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്നതിന് മുമ്പേ പൂ പറിച്ച് റെഡിയാവണം. അങ്ങനെ എന്നെ പൂ പറിക്കാൻ വേണ്ടി സഹായിക്കാൻ ദേവിയും ധ്രുവയും ഉണ്ട്. ധ്രുവ ഒരു ചെരുപ്പിട്ട് മറ്റേ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് കാല് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റേ ചെരുപ്പ് ഇടാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പൂ പറിച്ച് വെക്കുമ്പോൾ ധ്രുവയും കൂടി പൂ പറിക്കാൻ വന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ദേവിയും വന്നിട്ടുണ്ട്. ധ്രുവ എന്നെ പൂവിൻ്റെ ഇല പറിച്ചിട്ട് എൻ്റെ കൈമത്തന്ന് സഹായിക്കുന്നുണ്ട്. ദേവയാണെങ്കിൽ ചെക്കിപ്പൂവിൻ്റെ പൂ പറിച്ചിട്ട് അതിൻ്റെ അറ്റത്തിൻ്റെ തേൻ കുടിച്ചിട്ട് ആ പൂ ചാടിയിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളെ നല്ല മനോഹരമായ സഹായമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ പൂവൊക്കെ പറിച്ച് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ധ്രുവ ഒന്ന് വീണു അവിടെ. അപ്പം ദേവക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ പൂവെല്ലാം പറിച്ച് കഴിഞ്ഞു. പൂവല്ല ചെക്കിയാണ് അവൻ തേടി നടക്കുന്നത്, അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ തുള്ളി പറിക്കുന്നുണ്ട്, അത് എത്താനായിട്ട് തുള്ളി പറിക്കുന്നുണ്ട്. രണ്ടാളും അത് പറിക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ രണ്ടാൾക്കും അത് എത്തുന്നില്ല. അങ്ങനെ ഒരു ചെരുപ്പ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ധ്രുവ, ഒരു ചെരുപ്പ് കാക്കുണ്ട്. കാലിലത്തെ ചെരുപ്പ് ഊരാനും പറ്റുന്നില്ല, മറ്റേ ചെരുപ്പ് ഇടാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലായി ധ്രുവക്ക്. ദേവ പൂ പറിക്കാൻ വേണ്ടിയിട്ട് കസാര എടുത്തിട്ട് വന്നു, എന്നാലേ അവനത് എത്തുക പൂ. അങ്ങനെ കസാരൻ്റെ മുകളിൽ കയറിയിട്ട് ആ പൂവും പറിച്ചിട്ട് ആ പൂവിലെ തേൻ കുടിച്ചിട്ട് ആ പൂ ചാടി. അതിനൊക്കെ ചെക്കിപ്പൂ കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം പൂവെല്ലാം പറിച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും വലിയ മഴ വന്നു. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ മഴ വരുന്ന സമയത്താണ് ഇവർക്ക് തോണീൻ്റെ ആവശ്യം. എപ്പം മഴ പെയ്ത് വെള്ളം കളത്തിലേ ഒഴുകിയാലും ഇവർക്ക് തോണി വേണം, നിർബന്ധമാണ്. അങ്ങനെ കടലാസെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് തോണിയാക്കാൻ പറഞ്ഞു. ധ്രുവക്കും ദേവക്കും കൂടി ഓരോരോ തോണിയാക്കുന്ന തിരക്കിലാണിപ്പോൾ. അങ്ങനെ ദേവ പറഞ്ഞു തോണിയാക്കാൻ എനക്കും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ ഒരു കടലാസം എടുത്തിട്ട് തോണിയാക്കാൻ ഇരിക്കുന്നുണ്ട്. ധ്രുവക്കും തോണിയാക്കി കൊടുത്തു. അങ്ങനെ രണ്ടാൾക്കും തോണിയാക്കി കൊടുത്തിട്ട് ഇനിയിപ്പം മഴയിൽ നിന്ന് അവൻ കയറൂല, ഈ മഴയിൽ തന്നെ കളിക്കുമെന്നൊരു സംശയമുണ്ട്. തോണിയല്ലേ കയ്യിൽ കൊടുത്തത്. അപ്പോൾ തോണീൻ്റെ കാരണം പറഞ്ഞ് മഴയത്ത് കളിക്കാനുള്ള കെണിയാണ്. അങ്ങനെ തോണി റെഡിയായിട്ട് നമ്മളത് ദേവക്ക് കൊടുത്തു. അവനത് ഒഴുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ തോണി കിട്ടിയ സന്തോഷത്തിലാണ് ദേവ തുള്ളിച്ചാടി പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലായി ധ്രുവയും ഓടി. നമ്മൾ തോണി ഒഴുക്കാനായി വന്നു. പക്ഷേ ഇവിടെ വെച്ചപ്പോൾ തോണി അങ്ങനെ ഒഴുകുന്നില്ല, അവിടെ കുറച്ച് കല്ലുണ്ട്, അതുകൊണ്ട് ഒഴുകുന്നില്ല. ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റി വേറെ നല്ല ഭംഗി തോണി ഒഴുകിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.